ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ 3 ഫേസ് ഡി ബി വെക്കുന്ന സമയത്ത് മെയിനായിട്ട് 3 ഫേസ് ഡി ബി എന്തിനാണ് വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത് 3 ഫേസിൽ ഏതെങ്കിലും ഒരു ഫേസ് നമ്മുടെ വീട്ടിൽ കട്ടായി കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് പോകാത്ത രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്ത് മാറ്റി നമുക്ക് ഏതാണോ വരുന്ന ഫേസ് അതിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് സെലക്ടർ ടൈപ്പ് ഡി ബി 3 ഫേസ് ഡി ബി നമ്മൾ വീട്ടിൽ വെക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ TPN DB വെച്ചാൽ മതി. അതിൽ വരുന്ന സെലക്ടറിൻ്റെ മോഡ്യൂളാണ് ഈ കാണുന്നത്. ആ മോഡ്യൂൾ സെപ്പറേറ്റ് അതിൻ്റെ അകത്ത് തന്നെ വരുന്നതാണ്. നമ്മുടെ ഫിനിഷിംഗ് സ്റ്റേജിൽ ഡി ബി ഡ്രസ്സ് ചെയ്യുന്ന സമയത്താണ് നമ്മളിത് കറക്റ്റായിട്ട് കയറ്റി കൊടുക്കുന്നത്. ആദ്യമേ തന്നെ വരുന്നത് 3 ഫേസാണ് ഇത്, RYB എന്ന് പറയുന്നത്. റെഡ്, യെല്ലോ, ബ്ലൂ അങ്ങനെ 3 ഫേസാണ് വരുന്നത്. ഈ 3 ഫേസിലും സെപ്പറേറ്റ് റോട്ടറികളാണ് സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നത്. അതായത് ഓരോ റോട്ടറിയിലും RYB എന്ന് പറയുന്ന 3 ഫേസും കണക്റ്റഡ് ആണ്. അതായത് നമ്മൾ ആദ്യം കൊടുക്കുന്ന ഇൻപുട്ട് കംപ്ലീറ്റ് വരുന്നത് ഇതിൻ്റെ അകത്തേക്കാണ് വരുന്നത്. അതായത് ആദ്യമേ തന്നെ ഐസൊലേറ്ററിലേക്കാണ് വരുന്നത്. ഐസൊലേറ്ററിൽ നിന്ന് നേരെ RCCBയിലേക്ക് വരുന്നു. RCCBയിൽ നിന്ന് നേരിട്ട് വരുന്നത് സെലക്ടറിലേക്കാണ്. സെലക്ടറിൽ നിന്ന് പിന്നെ പോകുന്നത് MCB സെക്ഷനിലേക്കാണ്. അപ്പോൾ RCCBയിൽ നിന്ന് നേരിട്ട് വരുന്ന 3 ഫേസ് വരുന്നത് ഈ പറയുന്ന സെലക്ടറിലേക്കാണ് വരുന്നത്. ഈ 3 സെലക്ടറിൽ, ഈ 3 സെലക്ടറിലും എല്ലാം ഫേസും കണക്റ്റഡ് ആണ്. പക്ഷേ ഇതിൽ നിന്ന് വരുന്ന ഔട്ട് വരുന്നത്, ഓരോ സെലക്ടറിൻ്റെ ഔട്ട് വരുന്നത് 1 ഔട്ടാണ് വരുന്നത്, ഒറ്റ ഔട്ടാണ് വരുന്നത്. അതാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് നോക്കി അറിയാൻ പറ്റും ഈ സെലക്ടറുകൾ. അതായത് ഒരു സെലക്ടറിൽ തന്നെ 3 ഫേസ് RYB എന്ന് സെലക്ട് ചെയ്യാം. രണ്ടാമത്തെ സെലക്ടറിലാണ് ഈ 2 സെലക്ട് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ കോമൺ രീതി. ഒന്നാമത്തെ സെലക്ടറിൽ 1 എന്നിട്ടു, രണ്ടാമത്തെ സെലക്ടറിൽ Y എന്നിട്ടു, മൂന്നാമത്തെ സെലക്ടറിൽ B എന്നിട്ടു. അതായത് ആദ്യത്തെ സെലക്ടർ റെഡ് എന്ന് ഉദ്ദേശിച്ചത്, 1 എന്ന് ഉദ്ദേശിച്ചത് റെഡ്. ഇനി ഏതെങ്കിലും ഒരു ഫേസ് കട്ടാവാണ്, അതായത് മൂന്നാമത്തെ സെലക്ടറിൽ ഏറ്റവും അവസാനത്തെ ഫേസ് കട്ടായി കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ഏത് ഫേസ് ആണോ ഉള്ളത് അതിലേക്ക് നമുക്ക് ഈ സെലക്ടർ മാറ്റിയിടാൻ പറ്റും. ഇനി അത് മാറ്റിയിട്ടില്ല എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ 3 ഫേസ് കണക്ഷൻ ഉണ്ടെങ്കിൽ അതിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം ഔട്ട് വരുന്നത് ഓരോ ഫേസാണ് ഔട്ട് വരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫേസ് നമ്മുടെ വീട്ടിൽ കറണ്ട് ഇല്ലാത്ത അവസ്ഥ വരുമ്പോൾ ആ സെക്ഷനിലുള്ള കംപ്ലീറ്റ് ഉപകരണങ്ങളും അല്ലെങ്കിൽ ആ സെക്ഷനിൽ കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു സെക്ഷനിൽ കറണ്ട് ഉള്ളതിലേക്ക് നമുക്ക് ഈ റോട്ടറി സ്വിച്ച് മാറ്റിയിടണം. ഇതാണ്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ എപ്പോഴും കറണ്ട് പോകുന്ന ഒരവസ്ഥ, 3 ഫേസും കറണ്ട് പോയാൽ മാത്രമേ കറണ്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുള്ളൂ. അത് മാത്രമല്ല നമുക്ക് ഏത് ഫേസ് വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാം. മാത്രമല്ല നമ്മൾ 2 AC കൂടുതൽ നമ്മുടെ വീട്ടിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 3 ഫേസ് കണക്ഷൻ ഭാവിയിൽ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുതിയ വീട് കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് 3 ഫേസ് കണക്ഷൻ ഉപയോഗിക്കാവുന്ന രീതിയിൽ പുതിയ വീട്ടിൽ നമ്മൾ DB വയ്ക്കുമ്പോൾ 3 ഫേസ് DB വിത്ത് സെലക്ടറുള്ള ടൈപ്പ് തന്നെ വെക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. TPN DB വെക്കരുത്. TPN DB വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫേസ് കട്ടായി പോയി കഴിഞ്ഞാൽ ആ ഫേസിൽ കറണ്ട് ഉണ്ടാവില്ല, ആ സെക്ഷനിൽ ഒന്നും കറണ്ട് ഉണ്ടാവില്ല. നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്ത് മാറ്റിയെടുക്കാൻ സാധിക്കില്ല. അതാണ് TPN DBയുടെ പ്രത്യേകത. TPN DB നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. നമ്മൾ വീടുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള DB കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് സെലക്ടറുള്ള ടൈപ്പ് DB ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ സെലക്ടറിൻ്റെ ബാക്ക് വശവും അതുപോലെ തന്നെ അതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ് TPN DB അല്ലാതെ TPN DB മാറ്റി സെലക്ടർ ടൈപ്പ് DB വെക്കേണ്ടതെന്നും എങ്ങനെ ഒരു ഫേസ് കണക്ട് ചെയ്തെടുക്കാമെന്നും സെലക്ട് ചെയ്തെടുക്കാമെന്നും എങ്ങനെയൊക്കെയാണ് റോട്ടറി ഇടേണ്ടതെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date. You're so fine, I'm so late. You sip wine, I drink straight. Don't waste time to my place. I feel my heart erase. So catch me if